പൊളിച്ചു. ആഹാ, ചുമ്മാതാണോ? ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രംഗനാഥ സ്നേഹം വരാതിരിക്കോ? അങ്കിള് ഫാദറിനോട് വാക്ക് പറഞ്ഞല്ലേ, വരും. നീ സ്നേഹയെ വിളിച്ചില്ലേ? ഇല്ല. അതെന്ത് പറ്റിയടാ? നീ സംസാരിക്കാഞ്ഞിട്ടാണോ അതോ സ്നേഹ സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടാണോ? സ്നേഹ സംസാരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല ഫാദർ. എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, പക്ഷെ അത് ചെറുതല്ല. എടാ, അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചറിയാനും പരിഹരിക്കാനുമാണ് ഇന്നത്തെ ഈ കൂടിച്ചേരൽ. പിന്നെ ആ നേരത്തെ അവള് പറയുന്ന ഏതെങ്കിലും വാക്കിന്റെ പേരിൽ നീ പിണങ്ങി മാറി നിന്നാലുണ്ടല്ലോ, എന്റെ വിധം മാറുവേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എടാ, നിന്റെ മുന്നിലൂടെ നടന്നു പോയൊരു പെൺകുട്ടി നിന്റെ പെണ്ണായി മാറാൻ തീരുമാനിച്ചതുവരെ നീ എല്ലാം എന്നോട് ചോദിച്ചിട്ടാണോ ചെയ്തത്? അല്ലല്ലോ. എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ മനസ്സറിയാനും അത്യാവശ്യം അവളെ ചേർത്ത് പിടിക്കാനുള്ള കഴിവൊക്കെ നിനക്കുണ്ട്. എടാ മകനെ, ഒരു വൈദികനെ കൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറയിപ്പിക്കലടാ. എന്നാ നോക്കിക്കോ, ഞാൻ ഇന്ന് ഫാദറിനെ ഞെട്ടിക്കും. ആയിക്കോട്ടെ, ഞാൻ ഞെട്ടുകയോ പൊട്ടുകയോ എന്തു വേണോ ചെയ്യാം. എനിക്കിതെല്ലാം അങ്ങ് തീർന്നു കിട്ടിയാൽ മതി. മൈഥിലി മാമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നില്ലേ ഫാദർ? ആ നിലയ്ക്ക് ഇത് വളരെ നിസ്സാരമായിട്ട് തീരും. ഇതാരടാ? ഹലോ, അതെ ഫാദറാണ്. അല്ല, എനിക്കങ്ങോട്ട് മൈഥിലിയുടെ അച്ഛൻ. സോറി കേട്ടോ, ഞാനിപ്പോ പള്ളിമേടയിലല്ല, പുതിയൊരു താമസ സ്ഥലത്താണ്. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഉണ്ടോ? എന്നാ പിന്നെ ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതൊന്നും സാരമില്ലെന്ന്, ആർക്കായാലും ദൂരം കണക്കല്ലേ. ആയിക്കോട്ടെ, ഞാനിപ്പോ തന്നെ ഇറങ്ങാം. എടാ, മൈഥിലിയുടെ ഫാദറാ വിളിച്ചത്, ഗംഗാധരൻ. അവർക്ക് എന്നെ ഒന്ന് കാണേണ്ട കാര്യമുണ്ടെന്ന്. അവർക്കെന്ന് പറഞ്ഞ മൈഥിലിയുടെ അച്ഛനും സാരംഗിന്റെ അച്ഛനും. എന്തിനായിരിക്കും അവര് കാണണമെന്ന് പറഞ്ഞത്? എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ മൈഥിലിയുടെയും സാരംഗിന്റെയും കുടുംബ പ്രശ്നം തന്നെയായിരിക്കും. അച്ഛനമ്മമാരും ഒന്ന് കൂടെ താമസിച്ചിട്ടും അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ല തീരുമാനമാണ് ഫാദർ. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുടുംബമാണെന്ന് കരുതിയ സ്ഥലമാണ്. ഇപ്പൊ അതൊന്നും ഇല്ലാണ്ടായി തീരുന്ന അവസ്ഥയാണ്. അവരുടെ കുടുംബത്തിലേക്ക് പഴയ കളിയും ചിരിയും തിരിച്ചു കൊടുക്കാൻ ഫാദറിന് പറ്റണം. ആ കുട്ടികള് മൈഥിലി മാമിന്റെ പ്രാണനാണ്. യാമി മോളുടെ ഇന്നത്തെ രീതികളൊക്കെ മാറി അവൾ പഴയതുപോലെ മാമിന്റെ കൂടെ നിൽക്കണം. എന്തായാലും ഞാൻ പോയിട്ട് വരാം. അപ്പോഴേക്ക് ഈ അടുക്കളയിൽ ഇരിക്കുന്നൊക്കെ കരിയാതെ പൊടിയാൻ നോക്കട്ടെ, നിന്റെ ഡ്യൂട്ടിയാ. അതല്ല എങ്ങോട്ടെങ്കിലും മാറിയിരുന്ന് ഫോണിൽ കുത്തി കളിച്ചിരിക്കോ? അത് ഞാൻ നോക്കിക്കോളാം ഫാദർ. അയ്യോ, എനിക്ക് ഒരുപാട് അനുഭവമുള്ളോണ്ട് പറഞ്ഞതാ. സാരമില്ല. നീ കെട്ടാൻ പോകുന്ന പെണ്ണും പെണ്ണിന്റെ അച്ഛനും ആ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അവർക്ക് മുമ്പിൽ എന്താ വിളമ്പേണ്ടതെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ. അത് ഫാദർ പെട്ടെന്ന് വരില്ലേ? ഇല്ലടാ, അവരെന്നെ വേളാങ്കണ്ണിക്ക് ടൂർ പോകാൻ വിളിച്ചതല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വരൂ. ഫാദർ, അതെ, ചിക്കൻ ഉപ്പിട്ടായിരുന്നോ? എടാ, അതിന് വേണ്ടതൊക്കെ അതിലുണ്ട്. നീ പുതുതായിട്ടൊന്നും സപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു ഫാദർ. എനിക്ക് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഒരു കണക്ക് നോക്കിയാ രണ്ടുപേർ അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുന്നു, ഒരാൾ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുന്നു എന്നൊരു ചോദ്യമല്ലേ? അതിലെന്താ കാര്യം? അത് സാരംഗിന്റെയും മൈഥിലിയുടെയും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം. നിങ്ങളൊക്കെ അതൊരു വേദനയായി മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് നല്ല തീർച്ചയുണ്ട് എനിക്ക്. ഞാനും ഒരിക്കലത് ചോദിച്ചു. പക്ഷെ സാരംഗ അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള വഴി അടക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ പിൻവലിഞ്ഞു. കാണുമ്പോൾ മൈഥിലി മോളെ ഞാൻ സമാധാനിപ്പിക്കും. ഒരു കാര്യം സംശയമില്ലാതെ ഞാൻ പറയാം, മൈഥിലിയുടെ മനസ്സിന്റെ വലുപ്പം അനുസരിച്ച് ആ കുട്ടി നല്ലൊരു കുടുംബജീവിതം അർഹിക്കുന്നുണ്ട്. അതെ ഫാദർ, സാരംഗിന്റെ അച്ഛനും അമ്മയും പോലും മൈഥിലിയുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ പ്രശ്നം തീർക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യജീവിതത്തിൽ പ്രതിസന്ധികൾ സർവ്വസാധാരണമാണ്. ചിലത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ദൈവത്തിന് വിടുകയാണ് പതിവ്. അവർ തമ്മിലുള്ള പ്രശ്നം എന്താന്ന് ഫാദറിന് അറിയാമോ? ഇല്ല.
പലതവണ ഞാൻ മൈഥിലിയോട് അത് ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ മൈഥിലിയിൽ ഒരു കുടുംബസ്ത്രീയുടെ ലക്ഷണങ്ങൾ കാണുന്നത്. പരാതിയായിട്ടോ സങ്കടമായിട്ടോ സ്വന്തം കുടുംബത്തിൽ ഒരു കാര്യവും ഒരു മേശപ്പുറത്തും മൈഥിലി വിളമ്പിയിട്ടില്ല. ഇനി ഞങ്ങൾ ഫാദറിനോട് പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് പറയാൻ തന്നെ വെറുപ്പുള്ളൊരു കാര്യമാണ്. പറയാൻ വെറുപ്പുള്ള കാര്യവും എന്താ അത്? പല കുടുംബങ്ങളിലും വിള്ളലുണ്ടാക്കിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് മൈഥിലിയും സാരംഗിനെയും അകറ്റിയിരിക്കുന്നത്. സംശയം. ആരെക്കുറിച്ച്? മൈഥിലി മോളെ കുറിച്ചോ? അതെ. ഛേ, ഇത്ര അതപ്പതിച്ചോ നിങ്ങളുടെ മകൻ? മൈഥിലിയെ പോലെ നന്മ നിറഞ്ഞൊരു കുട്ടി അയാളുടെ ഭാഗ്യമല്ലേ? എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവളെ സംശയിച്ചാൽ അതിനപ്പുറത്തേക്കൊരു ക്രൂരത അവളോട് പിന്നെ ചെയ്യാനില്ല. പക്ഷേ അത് സംഭവിച്ചു ഫാദർ. ദിവസം കഴിയും തോറും ആ സംശയത്തിന്റെ ആഴവും പരപ്പും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക. സാരംഗിന്റെ സംശയം പൂർണ്ണമായിട്ടും ഫാദർ അറിയണം. എങ്കിലേ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന് ഒരു വ്യക്തത ഉണ്ടാവും. പറയൂ, ഏതെങ്കിലും രീതിയിൽ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ നമുക്കതിന് ശ്രമിക്കാലോ. മൈഥിലിയുടെ കൂടെ ചേർത്ത് സാരംഗ് സംശയിക്കുന്നത് അരുണിനെയാ. എന്താ പറഞ്ഞ? എന്താ ഗംഗാധര നിങ്ങൾ ഈ പറയുന്നേ? എന്റെ അരുണിനെ പറ്റൂ മൈഥിലിയെ ചേർത്തൊരു കഥയോ? ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. സത്യമാണ് ഫാദർ. സാരംഗിനെ അസ്വസ്ഥനാക്കിയ കാര്യം ഇത് തന്നെയാണ്. ഈ ഭൂമിയിൽ എല്ലാവരും ആദ്യം വില കൊടുക്കുക അവനവന്റെ രക്തബന്ധങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ടാ മറ്റുള്ളവർക്ക്. സദസ്സുകളെ നോക്കി പ്രസംഗിക്കുമ്പോ, മുന്നിൽ വരുന്നവർ ഉപദേശിക്കുമ്പോ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചില ദൈവവചനങ്ങളുണ്ട്. നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ നിന്റെ സഹോദരനാണ്, അവനെ കനിവോടെ കാണണമെന്ന്. ഇത്രയും നാളത്തെ എൻ്റെ വൈദിക വൃത്തിയിൽ ആ വാക്ക് 100% പാലിക്കപ്പെടുന്ന ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഒരിടത്തൊഴികെ. തൻ്റെ കൂടെ ജനിക്കാത്തൊരുത്തനെ, തൂണും തുണയും ഇല്ലാത്തൊരുത്തനെ, എൻ്റെ മോനെ, ഇവനെൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചൊരുത്തി. അതാ മൈഥിലി. പരിചയപ്പെട്ട ദിവസം മുതൽ മൈഥിലി എന്ന സ്വന്തം ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എൻ്റെ മോൻ ഉറങ്ങിയിട്ടില്ല. ഇതെങ്ങാനും എൻ്റെ കുഞ്ഞറിഞ്ഞാൽ. ഫാദർ, ഇത് അരുണിനോട് പറഞ്ഞേ പറ്റൂ. കാരണം സാരംഗ് ഏതെങ്കിലും രീതിയിൽ അരുണിനെതിരെ തിരിഞ്ഞാൽ അയാളത് മനസ്സിലാക്കാതെ പോകരുത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അരുണിനെ നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് അവനെ ഇഷ്ടവുമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ ഫാദർ? എല്ലാവർക്കും കൂടി ഒരു കാര്യം പരിഹരിക്കാനുണ്ട്. അതിന് നിങ്ങൾക്ക് കിട്ടാത്ത പ്രതിവിധി തേടി നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു. അങ്ങനെയാ ഞാൻ കരുതിയത്. നെഞ്ചു തുളയ്ക്കുന്ന വേദനയാ ഇത് കേട്ടപ്പോ തോന്നിയത്. ഓ, കാലം ഇത്രയ്ക്ക് കെട്ടുപോയോ? ഫാദർ ക്ഷമിക്കണം. ഇതിപ്പോ ഫാദറിനോട് പറയേണ്ടി വന്നത് ഞങ്ങളുടെ ഗതികേട് കൊണ്ടാ. ഞങ്ങളോട് പൊറുക്കണം. ഏതു പരീക്ഷണത്തെ നേരിട്ടേ പറ്റുമെന്നും നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അടുത്ത പരീക്ഷണം എനിക്ക് തന്നെ ആയിപ്പോയി. എന്തായാലും ഞാൻ അവനോട് സംസാരിക്കാം. എങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ദൂരം കുറവ് പോലെ തോന്നി. ഇപ്പോ കാലിന് കനം വെച്ചതുപോലെ. കാലിന് മാത്രമല്ല, മനസ്സിനും. എന്തൊരവസ്ഥ! എന്തൊരു നാണക്കേടാ! കുറെ നാളായി ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വന്നിരുന്നിട്ട്, അല്ലേ അനാമിക? ഇന്നലെ യദുക്കുട്ടൻ എന്നോട് ചോദിച്ചു, നമ്മളിപ്പോ ഒരിടത്തും പോവാറില്ലല്ലോ എന്ന്. സാറ്റർഡേ സൺഡേ നോക്കിയിട്ട് നമുക്ക് യദുക്കുട്ടനെ കൊണ്ട് ഇറങ്ങാടോ. അവന്റെ ചോദ്യം അതല്ല. മുമ്പൊക്കെ എല്ലാ അവധി ദിവസങ്ങളിലും സമയമുണ്ടാക്കി നമ്മൾ പുറത്തിറങ്ങായിരുന്നു. അതെല്ലാവർക്കും ഒരു ഉത്സവം പോലെയായിരുന്നു. രാവിലെ മുതൽ പാതിരാത്രി വരെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് അവസാനം ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കയറുക. എന്നിട്ടും പറഞ്ഞു തരാത്ത വിശേഷങ്ങളുമായി വീണ്ടും കുറേ നേരം ഇരിക്കും. രസമായിരുന്നു അതൊക്കെ. താനിപ്പോ അതൊന്നും ഓർക്കണ്ട. വെറുതെ മൂഡ് ഓഫ് ആവും. വേറെന്തോർക്കാനാ?
ചില സമയത്ത് ഞാൻ കരുതും എൻ്റെ ഇപ്പോഴത്തെ ലൈഫിന് പ്രത്യേകിച്ച് എന്താ അർത്ഥം എന്ന്. ഒന്നുമില്ല. നേരം വെളുക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അത്ര തന്നെ. സാധാരണ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് തൊട്ടടുത്ത മണിക്കൂറിൽ അവസാനിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അവസാനിക്കും. എൻ്റെ കാര്യം അങ്ങനെയല്ല, അവസാനിക്കില്ല. ദിവസം ചെല്ലുന്തോറും അതിൻ്റെ ആഴം കൂടിക്കൂടി വരിക. ഉറച്ച നിലപാടോടെ പൊരുതുന്ന പെണ്ണെന്നൊക്കെ പറയാൻ എളുപ്പാ. പക്ഷേ അങ്ങനെ പൊരുതുന്നവരുടെ മനസ്സിലൊരു നീറ്റലുണ്ടാവും. പുറത്തു നിൽക്കുന്നവർക്കത് മനസ്സിലാവില്ല. മൈഥിലി പ്ലീസ്. കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായിട്ട് ഒരു ഗ്രാമത്തിന്റെ ഇടവഴികളിലൂടെ ഓടി നടന്നൊരു മൈഥിലിയുണ്ട്. വലിയ കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു അവൾക്ക് സന്തോഷിക്കാൻ. ഒരു നല്ല കളർ പെൻസിൽ കിട്ടിയ സന്തോഷം, ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ബോക്സ് കിട്ടിയാൽ അത് ആഘോഷം. നാട്ടിലെ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ ഉത്സവം ആവുമ്പോൾ അതിൻ്റെ കൂടെ തുള്ളിച്ചാടിയിരുന്ന ഒരുത്തി. ഞാൻ അവിടുന്ന് വളരാൻ പാടില്ലായിരുന്നു. ഈ തിരക്ക് പിടിച്ച സിറ്റിയും കൊട്ടാരക്കെട്ട് പോലെയുള്ള വീടുകളിലെ താമസമൊന്നും വേണ്ടായിരുന്നു. ഡോക്ടർ മൈഥിലി ഒരു ചെറിയ സംഭവമല്ല. തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിറ്റിയിലുണ്ട്. പിന്നെ പേഴ്സണൽ പ്രോബ്ലംസ് അതില്ലാത്തത് ആർക്കാ? ഈ കോഫി ഷോപ്പിൽ വന്നു പോകുന്ന എത്രയോ പേര് അവരവരുടെ പ്രശ്നങ്ങളിൽ വീർപ്പ് മുട്ടുന്നവരാ. അതൊക്കെ ഇതുപോലൊരു കോഫിയും കുടിച്ചങ്ങ് മറന്നു കളയും. ശരി, ഇതുപോലൊരു കോഫിയും കുടിച്ച് എല്ലാം മറക്കാം. എന്താടോ? നമ്മള് രഞ്ജിത്തിനോട് ചോദിച്ചില്ലേ, മായാമഹേശ്വരി അവരാ. എവിടെ? മാഡം എന്താ വേണ്ടത്? ഒരു കോഫി സ്ട്രോങ് ആയി. ഓക്കെ മാം. ആള് കുറച്ച് സ്റ്റൈലിഷ് ആണല്ലോ. നമ്മൾ കക്ഷിയെ കുറിച്ച് അറിയാൻ എത്ര ബുദ്ധിമുട്ടുന്നത് എന്തിനാ? ഞാൻ പോയി സംസാരിക്കട്ടെ. വേണ്ട, എന്തിനാത്? താനിരിക്കടോ, വെറുതെ ഒന്ന് പരിചയപ്പെട്ട് വെക്കാം. അനാമിക വേണ്ട, ഞാനിപ്പോ വരാം. ഹേ. ഹലോ. ഹായ്. ഇവിടെ ഇരിക്കാമോ? ഷോ. മായാമഹേശ്വരി അല്ലേ? അതെ. എന്താ ചെയ്യുന്നേ? ഐ മീൻ വർക്ക്. ബിസിനസ്സാ. നിങ്ങളുടെ പേരെന്താ? അനാമിക. ഏതെങ്കിലും ഓൺലൈൻ ബിസിനസ് നടത്തുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ പരിചയപ്പെടലിന്റെ രീതി കണ്ട് ചോദിച്ചതാ. ഒരു ക്യാൻവാസിംഗ് പോലെ. ഏയ് അങ്ങനെയൊന്നുമില്ല. കണ്ടപ്പോ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. മായാമഹേശ്വരിയുടെ ഫാമിലിയൊക്കെ? ആക്ച്വലി അനാമിക്ക് എന്താ ജോലി? മീഡിയ പേഴ്സൺ ആണോ? അല്ല. ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ പേര് ചോദിക്കുന്നതൊക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നു വരെ ഓക്കെ. ഫാമിലിയും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. എന്തുദ്ദേശം? ഈ ചോദ്യം അനാമികയുടേതാണോ അതോ മൈഥിലിയുടേതോ? എങ്കിൽ പിന്നെ നമുക്ക് മൈഥിലിയുടെ അടുത്ത് തന്നെ പോവാം. നിങ്ങൾ ഞങ്ങളെ കണ്ടിരുന്നോ? എന്റെ കണ്ണ് എല്ലാ സ്ഥലത്തും എത്തും. ചുറ്റുമുള്ളവരെ നിരീക്ഷിക്കുന്നത് എന്റെ ഒരു ഹോബിയാണെന്ന് കൂട്ടിക്കൊള്ളൂ. ഹായ് മൈഥിലി. എന്നെക്കുറിച്ച് തന്റെ കൂട്ടുകാരിക്ക് കുറെ സംശയങ്ങൾ. പറയാനുള്ളത് മൈഥിലിയുടെ മുന്നിൽ വെച്ച് പറയാന്ന് ഞാനാ പറഞ്ഞത്. മൈഥിലിക്ക് എന്നെക്കുറിച്ച് എന്താ അറിയേണ്ടത്? നത്തിങ്. ഷുവറാണല്ലോ അല്ലേ?
എന്നെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്ന് തോന്നിയാൽ ഇതുപോലെയുള്ള ദൂതന്മാര് വേണ്ട, നേരിട്ട് ചോദിക്കണം. എനിക്കതാ ഇഷ്ടം. നമുക്ക് കാണാൻ ഇനിയും അവസരങ്ങളുണ്ട്. മൈഥിലിയെ ഞാൻ കൂടെ കൂടെ കണ്ടുകൊണ്ടിരിക്കാം. അതെന്തിനാ? സി അനാമിക, ഫ്രണ്ട്ഷിപ്പ് വലിയ കാര്യമാണ്. അടുത്ത സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യാന്നുള്ളത് നല്ല ക്വാളിറ്റിയുമാണ്. പക്ഷേ എന്റെ കാര്യത്തിൽ മൈഥിലിക്ക് അറിയാനുള്ളത് മൈഥിലി ചോദിക്കുന്നത് വരെ മായ മഹേശ്വരി ഒരു സസ്പെൻസ് ആയി തന്നെ ഇരിക്കട്ടെ. ആ കോഫി ക്യാൻസൽ ചെയ്തേക്ക്. See you then. എന്തിനായിരുന്നു ഇതൊക്കെ? അവര് കയറി വരുമ്പോഴേ നമ്മളെ കണ്ടു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്ത് പോലുമില്ല. ഇവര് കുഴപ്പമാണല്ലോ മൈഥിലി. ഇവര് തന്റെ ജീവിതത്തിൽ ഒരു കല്ലുകടിയാവും.